ഈശോയിൽ സ്നേഹമുള്ളവരെ, വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരി വിയാനിയുടെ തിരുനാൾ ഓഗസ്റ്റ് 4-ാം തീയതി നാം ആഘോഷിക്കുകയാണല്ലോ. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. വിശുദ്ധ ജോൺ മരി വിയാനി ജനിച്ചത് 1786 മരിച്ചത് 1859 ഫ്രാൻസിലെ ആർട്സ് എന്ന ഗ്രാമത്തിൽ വികാരിയായി സേവനം ചെയ്തുകൊണ്ട് ആ ഗ്രാമത്തെ വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ജോൺ മരി വിയാനി എന്ന പുരോഹിതനെ വൈദികരുടെ തന്നെ സ്വർഗീയ മധ്യസ്ഥനാക്കി ഉയർത്തിയത്. ഹോമറിൻ്റെ അതിപ്രസിദ്ധമായിട്ടുള്ള ഇതിഹാസമാണല്ലോ ഇലിയറ്റ് എന്നുള്ളത്. ആ ഇലിയറ്റ് എന്നുള്ള വിശ്വവിഖ്യാതമായ ഇതിഹാസം രചിക്കപ്പെട്ടിട്ടുള്ളത് പ്രസിദ്ധമായിട്ടുള്ള ട്രാജൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ. ഈ യുദ്ധത്തിൻ്റെ സൈന്യനായകനായിരുന്ന അക്വിലറ്റസ് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്ന പെട്രോക്ലിസിനെ വധം വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. ഹെക്ടർ എന്ന ശത്രു സൈന്യത്തിലെ നേതാവാണ് ഈ പെട്രോക്ലിസിനെ വധിക്കുവാനായിട്ട് ഇടവന്നത്. ഈ വലിയ സ്നേഹിതന്റെ മരണത്തിൽ ദുഃഖിതനായി അക്വിലസ് ഈ ഹെക്ടറിനെ വകവരുത്തുന്ന രംഗം ഇലിയറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ഹെക്ടറിനെ വകവരുത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ മൃതമായ ശരീരം താൻ സഞ്ചരിക്കുന്ന രഥത്തിൻ്റെ ചക്രങ്ങളിൽ കെട്ടിയിട്ട് വലിച്ചിഴച്ചാണ് തൻ്റെ പാളയത്തിലേക്ക് ഈ ഹെക്ടറിൻ്റെ ശവവുമായിട്ട് അക്വിലറ്റസ് യാത്രയാകുന്നത്. ഈ ശവവുമായിട്ടുള്ള രഥം ഈ അക്വിലറ്റസ് താമസിക്കുന്നതിൻ്റെ പുറത്ത് കിടക്കുന്ന വേളയിൽ ഹെക്ടറിൻ്റെ പിതാവ് ഈ അക്വിലറ്റസിനെ കാണാൻ വേണ്ടിയിട്ട് ആ താവളത്തിൽ ഒളിഞ്ഞ് കാഴ്ചവസ്തുക്കളുമായിട്ട് എത്തുകയാണ്. കാഴ്ചവസ്തുക്കളുമായിട്ട് ഹെക്ടറിൻ്റെ പിതാവ് വിനയാന്വിതനായി അക്വിലറ്റസിൻ്റെ പാദങ്ങളിൽ വീണുകൊണ്ട് കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുകയും തൻ്റെ മകൻ്റെ ശവം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രോഷാകുലൻ അക്വിലറ്റസ് ഹെക്ടറിനെ ആദ്യം തള്ളി മാറ്റുന്നുണ്ടെങ്കിലും ക്ഷമാപൂർവമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സാന്ത്വന വചസ്സുകളും അതോടൊപ്പം തന്നെ ആ വിനയാന്വിതമായിട്ടുള്ള ആ പിതാവിൻ്റെ അഭ്യർത്ഥനയും ശ്രവിച്ചപ്പോൾ ഈ അക്വിലറ്റസിൻ്റെ മുന്നിൽ തൻ്റെ സുഹൃത്തിൻ്റെ പിതാവിനെ കുറിച്ചുള്ള ചിന്ത ഉയരുകയും സാവധാനത്തിൽ അക്വിലറ്റസ് മാനസാന്തരത്തിലേക്ക് വരികയും അങ്ങനെ ഈ പിതാവിൻ്റെ സന്നിധിയിൽ ഹെക്ടറിൻ്റെ മകൻ്റെ ഭൗതിക ശരീരം ഏൽപ്പിക്കുകയും അത് ഹെക്ടറിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരം നൽകുന്നതിന് ഈ അക്വിലറ്റസ് അനുവദിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുക. ഈ ഹെക്ടറിൻ്റെ പിതാവിൻ്റെ വിനയാന്വിതമായിട്ടുള്ള യാചനാപൂർവമായിട്ടുള്ള ആ വാക്കുകൾക്ക് മുന്നിലാണ് അക്വിലറ്റസ് പരാജയപ്പെടുന്നത്. അവർ തമ്മിൽ അനുരഞ്ജനം സാധ്യമാകുകയും ചെയ്തത്. വിശുദ്ധ ജോൺ മേരി വിയാനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ആദ്യ ചിന്ത ഇതാണ്. വിശുദ്ധ ജോൺ മേരി വിയാനി ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, ഇടവക വികാരി എന്ന രീതിയിൽ കുമ്പസാരക്കൂട്ടി ദീർഘനേരം തൻ്റെ ഇടവക ജനങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതുകോർത്തു. അതുതന്നെയാണ് അദ്ദേഹത്തെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വൈദികനാക്കി മാറ്റിയത്. ആ ആർട്സ് എന്ന ഇടവകയുടെ മാനസാന്തരത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന രംഗം വിവരിക്കുന്നുണ്ടല്ലോ. ഈ വേളയിൽ കർത്താവ് വിശുദ്ധ പത്രോസിന്റെ പാദങ്ങൾ കഴുകുവാൻ ചെന്നപ്പോൾ വിസമ്മതിക്കുകയാണ് വിശുദ്ധ പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പാദങ്ങൾ കഴുകിയില്ല എങ്കിൽ എനിക്ക് നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. കാരണം കുളി കഴിഞ്ഞവനായിരുന്നു പത്രോസ്. കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ പത്രോസിനോട് കർത്താവ് മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ കുമ്പസാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, ക്രൈസ്തവരായ നാം ഓരോരുത്തരും മാമോദീസായിലൂടെ
വിശുദ്ധ പത്രോസിനെ പോലെ നമ്മെ തന്നെ ക്ഷാളനം ചെയ്തവരാണ്. എന്നാൽ അതിനുശേഷം വരുന്ന വീഴ്ചകൾക്ക് പരിഹാരമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കുദാശയാണല്ലോ കുമ്പസാരം. തീർച്ചയായും ഈ കുമ്പസാരത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം അങ്ങനെ ശ്രവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, MT വാസുദേവൻ നായർ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടല്ലോ. കുമ്പസാരം ദൈവികമായിട്ടുള്ള കൃപാവരങ്ങൾ ധാരാളമായിട്ട് നമ്മിലേക്ക് വർഷിക്കപ്പെടുന്ന സാഹചര്യമാണ്. അത് നമ്മുടെ മാനസികവും ഭൗതികവുമായിട്ടുള്ള വികാരങ്ങൾക്കുള്ള ഉത്തമമായിട്ടുള്ള പരിഹാരമാണ്. അതുകൊണ്ട് ദേവാലയങ്ങളിൽ മാത്രമല്ല, എല്ലാ അമ്പലങ്ങളിലും ഓരോ കുമ്പസാരക്കൂട് സ്ഥാപിക്കണം എന്ന് വിശുദ്ധനായിട്ടുള്ള ഒരു സഭാ പണ്ഡിതൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിലെ ആ അഴികൾ അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലെ ആ നേർത്ത വിരികൾ തീർച്ചയായിട്ടും സ്വർഗവും നരകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വേദിയാണ് എന്ന്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നരകത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള നൽകപ്പെട്ടിട്ടുള്ള കുദാശയാണ് കുമ്പസാരം. ഈ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തെയാണ് വിശുദ്ധ ജോൺ മേരി വിയാനി അനുസ്മരിപ്പിക്കുന്നതും വിശുദ്ധ ജോൺ മേരി വിയാനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയതും. ഓരോ ക്രൈസ്തവർക്കും കുമ്പസാരത്തെക്കുറിച്ചുള്ള വലിയ തീക്ഷ്ണത ഈ തിരുനാൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ വൈദികർക്കും കുമ്പസാരം ശ്രവിക്കുവാനുള്ള നല്ല മനസ്സും ഈ തിരുനാൾ സംജാതമാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കിൽ ഞാൻ ചുരുക്കുന്നു.